ഉരുളൻകിഴങ്ങ് വെച്ചൊരു ചമ്മന്തിയുടെ വീഡിയോയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 10-15 വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പച്ചമുളക് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില നന്നായിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. സവാള നന്നായി മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം സവാള എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് വെച്ച് കൊടുക്കുക. എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ്, 1 ഉരുളൻകിഴങ്ങ് മുറിച്ച് 2 പീസായിട്ട് വെച്ച് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ആവിയിൽ വേവിച്ചത് നന്നായിട്ട് മൊഴിച്ചെടുക്കുക. മൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക. തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റുക. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഉരുളൻകിഴങ്ങും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി തിരുമ്പി കഴിക്കാനായിട്ട് നല്ല രുചിയുള്ള ചമ്മന്തിയാണ്. രുചികരമായ ഉരുളൻകിഴങ്ങ് ചമ്മന്തി റെഡി.